ഉമാദേവി രാധാകൃഷ്ണൻ. തെക്കൻ പാരമ്പര്യത്തിന്റെ കാർക്കശ്യങ്ങൾക്കിടയിലും തന്റെ കലാഭിരുചികൾ ഉള്ളിൽ കെടാതെ സൂക്ഷിച്ചൊരു പെൺകുട്ടി. കലാപാരമ്പര്യം കൊണ്ട് സമ്പന്നമായ കണ്ണൂരിന്റെ മണ്ണിൽ അഴീക്കോട് ദേശത്ത് പേരും പ്രശസ്തിയും ഏറെയുള്ള തെക്കന്മാർ വീട്ടിൽ നാരായണൻ മന്നാടിയാരുടെയും അമ്മാളു അമ്മയുടെയും മകളായിട്ടായിരുന്നു ഉമാദേവിയുടെ ജനനം. തന്റെ കൗമാരകാലത്ത് കണ്ണൂർ SN കോളേജിലായിരുന്നു ഉമാദേവിയുടെ ജന്തുശാസ്ത്ര പഠനം. അവിടെ ഇടയ്ക്കിടെയുള്ള ഓരോ കീറിമുറിക്കലുകൾക്കിടയിലും റെക്കോർഡ് ബുക്കിന്റെ എണ്ണമറ്റ ഏടുകളിലും വിരിഞ്ഞത് മിഴിവുറ്റ ഒരുപാട് ചിത്രങ്ങൾ. തുടർന്ന് മതിലേടത്ത് രാധാകൃഷ്ണൻ നായരോടൊത്തുള്ള വൈവാഹിക കുടുംബജീവിതത്തിനിടയിൽ ഫുജൈറ എന്ന അറേബ്യൻ നാട്ടിലേക്ക് ചേക്കേറി. സീപോർട്ടിലെ അക്കൗണ്ടിംഗ് ജോലിയുടെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്തപ്പോഴും ക്രാഫ്റ്റും നിറ്റിങ്ങും ചെയ്ത് ജീവിതത്തെ വർണ്ണശബളമായ ചായങ്ങളിൽ മുക്കാൻ ഉമാദേവിക്ക് കഴിഞ്ഞത് ആ ചിത്രാഭിനിവേശത്തിന്റെ ഹൃദ്യമായ നേർചിത്രം. കുഞ്ഞുങ്ങളെല്ലാം പറക്കമുറ്റിയപ്പോൾ തന്റെ ഒതുക്കിവെച്ച ചിറകുകൾ വിടർത്തി കലാനഭസിലേക്ക് സീതയെന്ന് വിളിപ്പേരുള്ള ഉമാദേവി ചിറക് വിടർത്തി പറന്നു. എത്രയോ കാലം തപസ്സിരുന്ന പടമെഴുത്തിന്റെ ലോകത്ത് നിത്യോപാസകയായുള്ള ആ ജീവിത ചിത്രം കാലം പതുക്കെ പതുക്കെ അങ്ങനെ മാറ്റി വരയ്ക്കുകയായിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിലടക്കം ചിത്രകല ചെയ്ത് അതിപ്രശസ്തനായ മ്യൂറൽ ചിത്രകലാ വിദഗ്ധൻ സന്തോഷ് സാറിന്റെ ശിക്ഷണത്തിലാണ് ഉമാദേവി മ്യൂറൽ ചിത്രകല അഭ്യസിച്ചത്. കൂടാതെ ഇന്ന് ഫെവിക്രൽ കമ്പനിയുടെ അംഗീകൃത എക്സ്പെർട്ട് ടീച്ചറാണ് ഉമാദേവി. സ്വദേശത്തും വിദേശത്തുമായി ഒട്ടനവധി ചിത്രങ്ങളും ശില്പങ്ങളും ഉമയുടേതായി സ്വീകരണമുറികൾ അലങ്കരിച്ചിട്ടുണ്ട്. പ്രൗഢഗംഭീരമായ ഈ നെറ്റിപ്പട്ടങ്ങൾ പോലെ കലയുടെ പല വഴികളിൽ സ്വന്തമായൊരു ഇടം അടയാളപ്പെടുത്തുകയും പ്രിയപ്പെട്ടവർക്ക് സമ്മാനിക്കുകയും ചെയ്ത ഈ കോഴിക്കോട്ടുകാരിക്ക് നിറഞ്ഞ പ്രോത്സാഹനമാണ് ഈ സൗഹൃദ പച്ചകൾ. ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ ഉൾപ്പെടെ പുതുതലമുറയോട് ചിത്രപാഠങ്ങൾ പങ്കുവയ്ക്കാനും ഉത്സാഹിയാണ് ഈ കലാപ്രണയി. പ്രായഭേദങ്ങൾക്കപ്പുറം വരച്ച വരകൾക്കുമപ്പുറം പേരക്കുട്ടികളുടെ വിസ്മയ ലോകങ്ങളിൽ അവർ വർണ്ണം വിതറിക്കൊണ്ടേയിരിക്കുന്നു. മറ്റേത് യൗവനത്തെയും വെല്ലുവിളിക്കുന്ന രീതിയിൽ ഇപ്പോഴും കലാസപര്യ ഒരു തീനാളമായി മനസ്സിൽ സൂക്ഷിക്കുകയും കലാലോകത്തെ പുതിയ ചലനങ്ങൾ മനസ്സിലാക്കാനും പഠിച്ചെടുക്കാനുമുള്ള ആർജവമുള്ള ഈ ബഹുമുഖ വ്യക്തിത്വത്തിനുമേൽ പെയ്തിറങ്ങിയ അംഗീകാര വർഷങ്ങളും അനവധി. നിരവധി ചിത്രപ്രദർശനങ്ങളുടെ ഭാഗമായിട്ടുള്ള ഉമാദേവി ആദ്യമായി ഒറ്റയ്ക്ക് നടത്തുന്ന ചിത്രകലാ പ്രദർശനത്തിന് അരങ്ങൊരുങ്ങുകയാണ് കോഴിക്കോട് ലളിതകലാ അക്കാദമി ഹാളിൽ ഈ പുതുവർഷത്തിൽ. ജനുവരി 31 മുതൽ ഫെബ്രുവരി 4 വരെയാണ് ഉമായനം എന്ന പേരിലുള്ള ഈ കലാപ്രദർശനം ഒരുങ്ങുന്നത്. സ്വാഗതം. കൃത്യമായ ദിശാബോധത്തോടെ ഇഷ്ടങ്ങളെ മുറുകെ പിടിച്ച ഒരാളുടെ ചിത്രസൗധത്തിലേക്ക്, അതീവ ഹൃദ്യമായ ഈ വർണ്ണവിസ്മയങ്ങളിലേക്ക്. ബേസ്ഡ് അറ്റ് ഹൈദരാബാദ്. ഞാൻ ഉമയുടെ ഗ്രേറ്റ് ഫാനാണ്, മ്യൂറൽ പെയിന്റിങ്ങിൻ്റെ എല്ലാം. എൻ്റെ അടുത്ത് ഉമയുടെ ഈ പെയിന്റിംഗ് ഒക്കെ ഉണ്ട്. ഇത് എൻ്റെ ഫേവറേറ്റ് ആണ്. ഉണ്ണിക്കണ്ണൻ്റെ സെറ്റ് മുണ്ട് വേഷ്ടിയിൽ ചെയ്തത്. ഓൾ ദി ബെസ്റ്റ് ഉമ ഫോർ യുവർ സോളോ എക്സിബിഷൻ.
എൻ്റെ പേര് രാധിക രഞ്ജിത്ത്. ഈ വരുന്ന ജനുവരി 31 കോഴിക്കോട് ആർട്ട് ഗാലറിയിൽ വെച്ചിട്ട് ശ്രീമതി ഉമാദേവി രാധാകൃഷ്ണൻ്റെ ഒരു എക്സിബിഷൻ ആരംഭിക്കാൻ പോവുകയാണ്. അത് ഫെബ്രുവരി 4 വരെ ഉണ്ടായിരിക്കാം. ഒരുപാട് വ്യത്യസ്തമായ വർക്കുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാ കലാസ്നേഹികളും പോയി കണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. ഉമാദേവി രാധാകൃഷ്ണന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. जी, आप सबके साथ ये शेयर करने में बहुत खुशी हो रही है कि हमारी आर्टिस्ट उमा देवी राधा कृष्णन जी का सोलो परफॉर्मेंस एग्जीबिशन जो उमायनम में है और ये केरला के ललित कला एकेडमी में है. ये एग्जीबिशन 31 जनवरी से लेके 4 फरवरी तक है, जिसकी टाइमिंग 11 AM से लेके 7 PM तक है. तो प्लीज़ एवरीवन विजिट एंड सपोर्ट देम. Thank you so much और best of luck Uma ji. If you are an art lover too, you must listen to this. You must listen to this. One of the finest artwork I have ever seen, and Uma Devi ma'am is really splendid in it. You just check this out. So beautiful, so elegant, just looking like a wow. See this, just looking like a wow. And there are many more like this. If you want to really check them out, see, it's coming with an exhibition called Umayanam and starting from 31st of Jan. So you can check this out. Came to know about Andy's artwork through Deepthi. Such a beautiful piece of art. എന്നെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്ത് how vibrant the colors are and the passion and effort of the artist is so evident. I wish Umayanam all the best.